സോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മുടെ പ്രീമിയം കാർഡ്സ് നമ്മുടെ കൊനാമി ഒരു യൂസേഴ്സിന് നമുക്ക് ഫ്രീ ആയിട്ട് തരാറില്ല. കാരണം നമ്മുടെ കോയിനൊക്കെ നല്ല വില കൂടി നിൽക്കുന്ന ടൈമാണ്. നമ്മൾ കോയിൻ പർച്ചേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഇൻകം കിട്ടുന്നത് ഗൈസ്. പക്ഷേ എല്ലാ യൂസേഴ്സും പർച്ചേസ് ചെയ്യണമെന്നില്ല. ആ കോയിൻ പർച്ചേസ് ചെയ്യാത്ത യൂസേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഗൈസ് ഇത്. അതേപോലെ നമ്മളെ പോലത്തെ പ്ലേയേഴ്സൊക്കെ കോയിൻ സേവ് ചെയ്തിട്ടൊക്കെ സ്പിൻ ചെയ്യുമ്പോൾ നല്ല തേപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോൾ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. 100% കിട്ടാനുള്ള ചാൻസ് ഒന്നും ഞാൻ പറയില്ല, ഒരു 80% ചാൻസ് ഉണ്ട് ഗൈസ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടിയ 3 സാഹചര്യങ്ങളാണ് ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റിന് ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണിത്. ഇത് അവന് കുറച്ച് കാലം ലോഗ് ചെയ്യാറുന്നിട്ട് കയറി റൂമിനിങ്ങിൻ്റെ പാക്ക് കറക്കിയപ്പോൾ കിട്ടിയതാണ് ഗൈസ്. റൂമിനിങ്ങിന് അവനക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ പറ്റിയ സാഹചര്യം ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവിടെ ഫസ്റ്റത്തെ ചാൻസ് പറഞ്ഞു കേട്ടാൽ ഗൈസ്, നിങ്ങളെ ഈ ഫുട്ബോൾ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്കാണ്, അത്യാവശ്യം വെർത്തായിട്ടുള്ള പാക്കാണ്. നിങ്ങളിതിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് കോയിൻ സേവ് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ ഡിഫൻസിൻ്റെ പാക്ക്, ഇപ്പോൾ നമ്മളെ റൂമിനിങ്ങിൻ്റെ പാക്കൊക്കെ വന്നപ്പോൾ കുറേ പേര് കറക്കി. അതേപോലത്തെ പാക്കൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ടൈം കയറി സ്പിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ പാക്കാണെങ്കിൽ, അത്യാവശ്യം കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള കോയിൻ ഇല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പാക്ക് പോണീൻ്റെ മണിക്കൂറുകൾ മുമ്പ് സ്പിൻ ചെയ്ത് നോക്കുക. അപ്പോൾ കാരണം പാക്കിൻ്റെ വാല്യൂ കുറയണവും പ്രോബിലിറ്റി കൂടാനുള്ള ചാൻസും ഉണ്ട്. ഇത് ഷുവറായിട്ട് വർക്കാവുമെന്നൊന്നും ഞാൻ പറയില്ല, കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അതേപോലെ നമ്മുടെ ഡിയാഗോ ഫോർലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം. എൻ്റെ ഫോർലാന് കിട്ടിയത് അങ്ങനെയാണ്. ഞാൻ പാക്ക് പോണിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് 100 കോയിൻ കറക്കിയിട്ടാണ് എനിക്ക് ഫോർലാനെ കിട്ടിയത് ഗൈസ്. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. പാക്ക് വന്നാൽ അപ്പം തന്നെ ചാടി കയറി പോയി സ്പിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പാക്ക് പോണ ടൈമിൽ നിങ്ങളത്തെ കോയിൻ ഇല്ലെങ്കിൽ മാത്രം സ്പിൻ ചെയ്യുക. പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഗൈസ്, എൻ്റെ ഈ ഫ്രണ്ടിന് ഈ റൂമിനിങ്ങനെ അടിച്ചത് അവൻ രാത്രി 2 മണിക്കാണ് ഗൈസ് സ്പിൻ ചെയ്തത്. കാരണം രാത്രി 2 മണിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാലോ, കൂടുതൽ യൂസേഴ്സും ആക്റ്റീവ് അല്ലാത്ത ടൈമാണ്. ഇന്ത്യൻ യൂസേഴ്സ് ഫുൾ ആക്റ്റീവ് അല്ലാത്ത ടൈമാണ് രാത്രി 2 മണി. ആ ടൈമിൽ സ്പിൻ ചെയ്തപ്പോഴാണ് അവൻ ഈ റൂമിനിങ്ങനെ അടിച്ചത്. പിന്നെ അവൻ കുറേ കാലം ലോഗിൻ ചെയ്യാതിരുന്നതാണ്. പിന്നെ നമ്മളെ രാത്രി 2 മണിക്കൊന്നും ആരും കളിക്കാറില്ല അധികം. ആ ടൈമിലാകുമ്പോൾ പ്രോബിലിറ്റി കൂടുതലുള്ള ചാൻസ് ഉണ്ട്. ഷുവറായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്, ചാൻസ് ഉണ്ട്. ട്രിക്കൊന്നും വർക്കാവില്ല, എനിക്കറിയാലോ. ട്രിക്ക് എന്ന് പറഞ്ഞ കാര്യം തന്നെ വർക്കാവില്ല. കാരണം കൊനാമി എന്ന് പറഞ്ഞാൽ 800 മില്യൺ ഡൗൺലോഡ്സ് ഉള്ളൊരു കമ്പനിയാണ്. അവരുടെ സെർവറൊക്കെ നമ്മൾ എങ്ങനെ ഗൈസ് ട്രിക്ക് ഉപയോഗിച്ചൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുക? അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് ചാൻസസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് മാത്രം ശ്രമിച്ചാൽ മതി. അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ നിങ്ങൾ സ്പിൻ ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം ഗൈസ്, നിങ്ങളുടെ ലോഗിൻ ചെയ്യാതിരിക്കണ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയറിയാം. വെൽക്കം ബാക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഓലിക്കൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്, കണ്ടാൽ അറിയാം. ലോഗിൻ ചെയ്താൽ അതേപോലെ ഗ്യാരണ്ടീഡ് വേറൊരു ഫ്രീ സ്പിന്നും കൂടി ഓലിക്ക് കിട്ടുന്നുണ്ട്. ഗ്യാരണ്ടീഡ് എപ്പിക്കാണ് അവർക്ക്. നമുക്കൊന്നും തരാത്ത ദിവസം ലോഗിൻ ചെയ്യണം, നമുക്ക് പോലും കൊനാമി തരാതെ അവരെ ഗെയിമിലേക്ക് അഡിക്റ്റ് ആകാൻ വേണ്ടി ചെയ്യണതാണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എപ്പിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊരു സെക്കൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ മാത്രം ലോഗിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ അക്കൗണ്ടിൽ പ്രോബിലിറ്റി കൂടാനും, നിങ്ങളൊരു ഫുട്ബോൾ യൂസറാണെന്ന് വിചാരിച്ച് ഫുട്ബോൾ നമ്മളെ ഗെയിമിലേക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല പാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇറക്കിയ എപ്പിക്ക് തരാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ 3 കാരണങ്ങളിൽ ഈ ലാസ്റ്റ് പറഞ്ഞതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടണമായിരിക്കും എപ്പിക്ക്. കാരണം ഈ ഫുട്ബോൾ അക്കൗണ്ട് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് കൊനാമി നമ്മളുടെ ഗെയിമിലേക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എപ്പിക്ക് തന്ന് നമ്മളെ അഡിക്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ പിന്നെയും കളിക്കുന്ന ആൾക്കറിയാം, അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ അതേപോലെ സെക്കൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള 3 കാരണങ്ങൾ. പിന്നെ ഉറപ്പായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയ സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 200 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കൊനാമി നമുക്ക് ചെയ്യുന്നൊരു പണിയാണ് ഗൈസ്. ഫുൾ ടൈം ലോഗിൻ ചെയ്യണം, എന്നെ പോലത്തെ ദിവസം ലോഗിൻ ചെയ്യണേ കളിക്കണ അക്കൗണ്ട്സിനൊന്നും കൊനാമി നമുക്ക് ഇതേപോലെ എപ്പിക്കൊന്നും തരാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ 2 ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായി കിട്ടും ഞാൻ പറയണില്ല, എനിക്ക് കിട്ടിയ സാഹചര്യങ്ങളാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ റൂമിനിങ്ങിൻ്റെ പാക്ക് ഓപ്പണിങ്ങിൻ്റെ ചാനലുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് സബ്ബൊക്കെ കുറവാണ്, നിങ്ങളതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ അതേപോലെ ഞങ്ങളുടെ ഈ ഫുട്ബോൾ യൂസേഴ്സിന് നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഇത് ഉപയോഗിച്ചിട്ട് കിട്ടിക്കണോ, നിങ്ങൾക്ക് പറ്റിയ സാഹചര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഗൈസ് ബൈ.